വസന്തത്തിന്റെ വരവറിയിച്ച് പ്രകൃതി കണിക്കൊന്നകളാൽ പൊൻതാലമൊരുക്കുന്ന സുന്ദരമായ വേളയാണ് വിഷു. മണ്ണും മനസ്സും ഒരുപോലെ ഉണരുന്ന ഈ കാലം മലയാളിക്ക് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന രാപ്പകലുകൾ തുല്യമായി വരുന്ന വിഷുവം എന്ന പ്രതിഭാസം പ്രകൃതിയിലെ തുല്യതയെയും സന്തുലിതാവസ്ഥയെയും ഓർമ്മിപ്പിക്കുന്നു. ഈ പുണ്യവേളയിൽ ഓരോ നക്ഷത്ര ജാതർക്കും പുതിയ പ്രതീക്ഷയുടെയും മാറ്റങ്ങളുടെയും തുടക്കമാണ്. എന്നാൽ 2026 ഈ വിഷു ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആഘോഷം മാത്രമല്ല, അത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ പരിവർത്തനത്തിന്റെ നാന്ദി കൂടിയാണ്. സൂര്യൻ അധിപനായി വരുന്ന ഉത്രാടം നക്ഷത്രം നക്ഷത്രമണ്ഡലത്തിലെ 10ാമത്തെ നക്ഷത്രമാണ്. വിശ്വദേവതകൾ ദേവതയായി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വിജയത്തിലേക്കുള്ള പാതയിൽ എപ്പോഴും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പിൻബലമുണ്ടാകും. നിങ്ങൾ കടന്നുപോയ കഠിനമായ കാലഘട്ടങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒരു അറുതി കുറിച്ചുകൊണ്ട് പുതിയൊരു അതിജീവനത്തിന്റെ പാത തുറന്നു തരികയാണ് 2026 ഈ വിഷുപ്പൊൻ പുലരി. 2026 ഏപ്രിൽ പകുതിയോടെ ആരംഭിക്കുന്ന ഈ വിഷുവർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് നൽകുന്നത് വിശ്വാസത്തിന്റെ കരുത്താണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അനിശ്ചിതത്വങ്ങൾക്കും സാമ്പത്തികമായ ഇടുക്കങ്ങൾക്കും ഈ വർഷം പരിഹാരം കാണാൻ സാധിക്കും. വിഷുക്കണി കാണുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു തുടങ്ങും. 10ാം ഉദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലയളവിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തും കുടുംബത്തിലും ഒരേപോലെ തിളങ്ങാൻ സാധിക്കുന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ 2026 വിഷു നിങ്ങൾക്ക് ഒരു ഭാഗ്യവർഷത്തിന്റെ തുടക്കമായിരിക്കും. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും. ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ പാദക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുമ്പോൾ അവസാന 3 പാദക്കാർക്ക് കഠിനാധ്വാനത്തിലൂടെ വലിയ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ സാധിക്കും. വിഷു കൈനീട്ടം പോലെ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ധനലാഭങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതുപോലെ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സംരംഭത്തിന്റെ തുടക്കമോ വരാം. സൂര്യന്റെ തേജസ്സുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ലഭിക്കുന്ന സുവർണ അവസരമായിരിക്കും ഈ വിഷുവർഷം. സഹപ്രവർത്തകരുടെ ആദരവും മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും നിങ്ങൾക്ക് ലഭിക്കും. കുടുംബജീവിതത്തിലും ആത്മീയതയിലും ഒരുപോലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ വർഷം നിങ്ങളെ സഹായിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറുകയും വീട് സന്തോഷത്തിന്റെ വിളനിലമായി മാറുകയും ചെയ്യും. ആത്മീയമായി നിങ്ങൾ കൂടുതൽ പക്വത കൈവരിക്കും. പ്രാർത്ഥനകൾക്കും വ്രതാനുഷ്ഠങ്ങൾക്കും ഈ വർഷം കൂടുതൽ സമയം കണ്ടെത്തും. ഇത് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ചുരുക്കത്തിൽ 2026 വിഷു ഉത്രാടം നക്ഷത്രക്കാർക്ക് വെറും ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ബലം കൊയ്യാനുള്ള വിളവെടുപ്പ് കാലമാണ്. കണിക്കൊന്നയുടെ മഞ്ഞ നിറം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നിറമായി പടരാൻ പോകുന്നു. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ സജ്ജമാവുക. ഈ വിഷു നിങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2026 വിഷുവിന് ശേഷമുള്ള കാലയളവ് ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മിശ്രഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണിത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ ചിങ്ങമാസം കഴിയുന്നതോടെ വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. മുൻപ് കുടുങ്ങിക്കിടന്നിരുന്ന പണം തിരികെ ലഭിക്കാൻ ഈ കാലയളവ് സഹായിക്കും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണത്തിന് മുതിരുന്നത് ഈ വർഷം അത്ര ഗുണകരമാകില്ല. എന്നാൽ ഭൂമി, സ്വർണം എന്നിവയിലുള്ള ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ലാഭം നൽകും. പുതിയ വീട് വാങ്ങാനോ വസ്തു വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് 2026 വൃശ്ചികം ധനുമാസങ്ങൾ അനുകൂലമാണ്. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. പുതിയ വായ്പകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തിരിച്ചടവ് ശേഷി കൃത്യമായി കണക്കുകൂട്ടിയതിനു ശേഷം മാത്രം സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുക. വിഷു കൈനീട്ടം ഈ വർഷം നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെ വാതിൽ തുറക്കും. മുതിർന്നവരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. തൊഴിൽ രംഗത്ത് ഉത്രാടം നക്ഷത്രക്കാർക്ക് 2026 ഒരു പരീക്ഷണ കാലമാണെങ്കിലും കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കും. സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റത്തിനോ സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരങ്ങൾ വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ നിശ്ചയദാർഢ്യം നിങ്ങളെ മുന്നിലെത്തിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 രണ്ടാം പകുതിയോടെ അനുകൂലമായ വാർത്തകൾ ലഭിക്കും. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. നിലവിൽ ജോലിയുള്ളവർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. പുതിയ പങ്കാളിയെ ചേർക്കുമ്പോൾ ജാഗ്രത പാലിക്കണം.
ടെക്സ്റ്റൈൽസ്, നിർമ്മാണ മേഖല, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കി ഘട്ടം ഘട്ടമായി വളരാൻ ശ്രമിക്കുക. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം അപ്രതീക്ഷിതമായി നല്ല അവസരങ്ങൾ തേടിയെത്തും. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. എങ്കിലും ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പങ്കാളിയുമായി നിലനിന്നിരുന്ന അകൽച്ചകൾ മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ദൂരയാത്രകൾ ദാമ്പത്യ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കും. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വിവാഹപ്രായമെത്തിയ ഉത്രാടം നക്ഷത്രക്കാർക്ക് 2026 വിവാഹ നിശ്ചയം നടക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ കഴിയും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം അനുകൂല ഫലങ്ങൾ ലഭിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും കരിയറിലും വലിയ പുരോഗതി ഉണ്ടാകും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങൾക്ക് വലിയൊരു കരുത്തായിരിക്കും. അവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. തറവാട് വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കപ്പെടും. ബന്ധുജനങ്ങളുമായുള്ള സമ്പർക്കം വർദ്ധിക്കും. ആത്മീയമായി വലിയൊരു ഉണർവ് അനുഭവപ്പെടുന്ന വർഷമാണിത്. ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളാണെങ്കിലും ഈ വർഷം അത് കൂടുതൽ ഗാഢമാകും. ക്ഷേത്ര ദർശനങ്ങൾ, തീർത്ഥാടനങ്ങൾ എന്നിവയ്ക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറാൻ പ്രാർത്ഥനകൾ സഹായിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം അതീവ ഗുണകരമാണ്. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് നല്ലതാണ്. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൂട്ടാനും സഹായിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ മനസമാധാനം ലഭിക്കും. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ രോഗികൾക്കോ സഹായം നൽകുന്നത് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ തീർക്കാൻ സഹായിക്കും. കുടുംബപരമായി നടത്തുന്ന പൂജകളിലും ചടങ്ങുകളിലും സജീവമായി പങ്കെടുക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഉത്രാടം നക്ഷത്രക്കാർ ഈ വർഷം അല്പം ശ്രദ്ധിക്കണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായ വേദനകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കുക. പുറത്തു നിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അമിതമായ ജോലിഭാരവും സാമ്പത്തിക ചിന്തകളും മൂലം ഉറക്കമില്ലായ്മ അനുഭവപ്പെടാം. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള ജീവിതശൈലി സ്വീകരിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ പഠനത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. വിദേശത്തോ ദൂരെയുള്ള സർവകലാശാലകളിലോ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഈ വർഷം മികച്ച അവസരങ്ങൾ ലഭിക്കും. അധ്യാപകരുടെ പിന്തുണ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ്സും പദവിയും വർദ്ധിക്കും. സന്നദ്ധ സംഘടനകളിലോ ക്ലബ്ബുകളിലോ നേതൃസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മാനസിക സന്തോഷം നൽകും. വിനോദയാത്രകൾക്ക് ഈ വർഷം നിരവധി അവസരങ്ങൾ ഉണ്ടാകും. ഉത്രാടം നക്ഷത്രനാഥൻ സൂര്യനായതുകൊണ്ട് ദിവസവും രാവിലെ കുളിച്ച് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ഉത്തമമാണ്. ഞായറാഴ്ച സൂര്യക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസം വഴിപാടായി കഴിപ്പിക്കുകയും ചെയ്യുക. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ധാര നടത്തുകയും കൂവളമാല സമർപ്പിക്കുന്നതും മാനസിക സമാധാനത്തിന് നല്ലതാണ്. ദിവസവും പക്ഷികൾക്ക് വെള്ളവും ധ്യാനവും നൽകുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നവയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. 2026 വിഷു ഉത്രാടം നക്ഷത്രക്കാർക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷകളും ഉത്തരവാദിത്തങ്ങളുമാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ചിങ്ങമാസം മുതൽ നിങ്ങളുടെ സമയം തെളിയും. സാമ്പത്തിക കാര്യങ്ങളിൽ കാണിക്കുന്ന മിതത്വം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നോട്ട് പോയാൽ ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നായി മാറും.